എം ജിയുടെ മെജസ്റ്റർ എത്രമാത്രം കേപ്പബിൾ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഒരു ആർട്ടിക്കുലേഷൻ സെറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതൊരു ഓഫ് റോഡ് ട്രാക്കാണ്. ഇവിടെ വെച്ച് എത്രമാത്രം ഈ വാഹനം കേപ്പബിളാണ്, ഇതിൻ്റെ എൻജിൻ കേപ്പബിളാണ്, ഇതിൻ്റെ ഗിയർ ബോക്സ് കേപ്പബിളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് എക്സ്ട്രീമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമ്മൾ കുറച്ച് ഓഫ് റോഡ് ഒബ്സ്റ്റക്കിൾസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് റോട്ടിലേക്ക് എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 3 മോഡ് ഡിഫറൻഷ്യൽ ലോക്സ് ഉണ്ട്. സാധാരണ ഇതിൽ 2 ഉണ്ടാവാറുള്ളത്. നമുക്ക് ബാക്കും ലോക്ക് ചെയ്യാം, ഫ്രണ്ടും ലോക്ക് ചെയ്യാം. അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആദ്യം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, 4 ഹൈയിലേക്ക് ഇടുകയാണ്. 4 ഹൈയിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിഫറൻഷ്യൽ ലോക്ക് എൻഗേജ് ചെയ്യേണ്ടത്. യെസ്, ഇപ്പോൾ സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക് എൻഗേജറാണ്. അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇനി ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കും ഫ്രണ്ടും ചെയ്യാൻ പറ്റും. ബാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ബാക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് എടുക്കുകയാണ്. കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. സംഭവം നമ്മൾ ട്രയൽ റണ്ണ് പോയിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. ലെറ്റ്സ് സീ. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു ചിക്കൻ റോൾ, അതായത് വണ്ടിയുടെ ബോഡി റോൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ ഞാനൊരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബാഡ് റോഡിലൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കുഴപ്പമൊന്നുമില്ല, അതായത് ഹാർഡ് പാർട്ടൊന്നുമില്ല. ശരിക്കും വണ്ടി എന്തായാലും മൂവ് ആവും, കാരണം അത്രയും വലിയതാണ്. ബട്ട് സ്റ്റിൽ അതിനൊരു സോഫ്റ്റ്വെയർ സൈഡ് ഉണ്ട്, അത് കൊള്ളാം. പക്ഷേ ഞാനിതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നതിൻ്റെ CCO ആണ്, അതായത് ക്രൗഡ് കൺട്രോൾ ഓപ്പറേഷൻ. അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റോട്ടറി സ്വിച്ച് ഉണ്ടല്ലോ, അതിനകത്ത് ഈ ബട്ടൺ CCO. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ക്രൗഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്പീഡിൽ ഒരു നിശ്ചിത മൊമെൻറ്റത്തിൽ വണ്ടി മൂവ് ആയിക്കൊണ്ടേയിരിക്കും. ബ്രേക്കിങ്ങും എൻജിനും ഒക്കെ ഓട്ടോമാറ്റിക് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ അത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടാ, ഞാൻ എൻ്റെ കാല് ഫ്രീ ആണ്. ഉണ്ടാ, കാല് ഫ്രീ ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ആ ഇറങ്ങൽ, അതേപോലെ ഇത് കയറ്റവും കയറും. ഞാൻ കയറ്റം കയറിയും കാണിക്കാം. ശരിക്കും ഈ ഒരുവിധം ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രൗഡ് കൺട്രോൾ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കയറ്റം കയറേണ്ടത് കംപ്ലീറ്റ്ലി ക്രൗഡ് കൺട്രോളാണ് ചെയ്യുന്നത്. ക്രൗഡ് കൺട്രോൾ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ സ്റ്റിയറിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വണ്ടി ഓട്ടോമാറ്റിക് കയറി പോകുന്നു കേട്ടോ. ഇനി നമ്മൾ ആർട്ടിക്കുലേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ബാക്കിലത്തെ വീലും ഫ്രണ്ടിലത്തെ വീലും എയറിലാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ബാക്കിലത്തെ ലെഫ്റ്റ് വീലും ഫ്രണ്ടിലത്തെ റൈറ്റ് വീലും എയറിലാണ്. ഈ 2 വീലിലാണ് വണ്ടി നിൽക്കുന്നത് ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ബാക്കിലത്തെ ഡിഫറൻഷ്യൽ ലോക്കും കൂടി എൻഗേജ് ചെയ്യിച്ചിട്ട് വണ്ടി പുറത്തേക്ക് എടുത്തു. ഓ നൈസ്. ഓ CCO. ഇനി ഒരു ഇറക്കമാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഇറങ്ങിയ പോലെ തന്നെ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉള്ളൊരു ഇറക്കം, അതായത് കുഴികളൊക്കെ ഉള്ളൊരു ഇറക്കമാണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രൗഡ് കൺട്രോൾ വെച്ചിട്ട് ഇറക്കാണ്. കാല് ഫ്രീ ആണ് കേട്ടോ. കാല് നോക്കിയാൽ, ബ്രേക്ക് നോക്കിയാൽ ഓട്ടോമാറ്റിക്കാണ്. ബ്രേക്ക് ക്രാങ്ക് ആവണ സൗണ്ടാണ് ആ കേൾക്കണേ. സിംപ്ലി ഒരു പ്രശ്നമില്ലാണ്ട് നടന്ന പരിപാടി. അപ്പോൾ ഞാനിനി ഇത് ഒഴിവാക്കി. ഇനി ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ടെസ്റ്റാണ്. സോ ഞാൻ ഏറ്റവും ഉയരം കൂടിയ ഇതിമ കയറ്റാം. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ കിട്ടും. ഇതിലൊക്കെ കറക്റ്റ് മനസ്സിലാവണം എങ്ങനത്തെ ഒരു ഓബ്സ്റ്റക്കിളിലൂടെ പോകണമെന്നുള്ളത്. യെസ്, ഇവിടെ നമ്മൾ ആക്സിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കാരണം ഇതിലൊക്കെയാ വലിയ കുഴിയുണ്ടോ, ആ വലിയ കുഴിയിലേക്ക് ഇങ്ങനെ ചാടിച്ചെടുക്കുന്ന പരിപാടി. ഓ ശരിക്കും ഈ വണ്ടി നല്ല കേപ്പബിളാട്ടോ. ഇതൊക്കെ പുഷ്പം പോലെ
കയറി ഇറങ്ങുന്നുണ്ട്. എൻജിന് വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഒരു നാരോ റോഡ് മിത്തിര വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ആ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോകാൻ നോക്കാം. ഇനി നമ്മുടെ മുമ്പിൽ ഒരു കയറ്റമുണ്ട്. ഇത് 2 ഓപ്ഷനിൽ കയറാം. മാനുവലി നമുക്ക് കയറാം, അല്ലെങ്കിൽ CCOയിൽ കയറാം. ബട്ട് ഞാൻ മാനുവൽ ചൂസ് ചെയ്ത് അതിലൊരു ത്രില്ല് കയറ്റി വെക്കാം. സിമ്പിൾ, വെരി സിമ്പിൾ. ഇവിടെ നമ്മൾ 2 ഡിഫറൻഷ്യൽ ലോക്കും എൻഗേജ് ചെയ്തിട്ടാണ് കയറ്റുന്നത്. ഈ ഡിഫറൻഷ്യൽ ലോക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓഫ് റോഡ് ട്രാക്കിൽ നിന്ന് ഞാൻ പുറത്തെത്തിയിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഒന്ന്, CCO ഫംഗ്ഷൻ നൈസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് എഫേർട്ട് ദൂരേണ്ട ആവശ്യമില്ല. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം താഴേക്ക് ഇറങ്ങാനാണെങ്കിലും കയറാനാണെങ്കിലും. സോ ക്രൗഡ് ഫംഗ്ഷൻ ആക്ച്വലി അത് വളരെ നൈസാണ്. ഇത് മോസ്റ്റ്ലി എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായി നമുക്ക് എങ്ങനെ പുറത്തെത്തണമെന്ന് അറിയില്ല. മാനുവലി നമുക്ക് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രൗഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പുറത്ത് ചാടാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്നുള്ളത്. പിന്നെ വണ്ടി ഇപ്പം ഇത്രയും വലിയ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന പോലെ ഫീലൊന്നുമില്ല. അതുപോലെ ഗിയർ കോമ്പിനേഷൻ നല്ലതാണ്, നല്ല സസ്പെൻഷനാണ്. ആ ഒരു ഫസ്റ്റത്തെ ചിക്കൻ റോൾ ആ സാധനമല്ലേ ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ലിറ്ററലി നമ്മളൊരു ആനപ്പുറത്ത് ഇങ്ങനെ നല്ലൊരു ഫീൽ ഇങ്ങനെ കുലുങ്ങി പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. താഴ്ഭാഗം ഭയങ്കര റഫായിട്ടാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അകത്തേക്ക് അത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ 2 മരത്തിൻ്റെ ഇടയിലൂടെ വരുന്നൊരു ഷോട്ടുകൾ കണ്ടില്ലേ, ആ ഷോട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേണിങ് റേഡിയസും അതുപോലെ ആ ഒരു നാരോ ഇതിൽ കയറുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസും ഒക്കെ നല്ലതായിരുന്നു. സോ മൊത്തത്തിൽ നല്ലൊരു വണ്ടി, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഇൻറ്റീരിയർ, നല്ല സസ്പെൻഷൻ, നല്ല സീറ്റുകൾ, ഇൻക്ലൂഡിങ് മസാജ്. ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ മസാജൊക്കെ ചെയ്തിട്ട് പോകാം. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കേപ്പബിളാണ്, നല്ല ഫീച്ചർ ലോഡഡാണ്, നല്ല ഒരു മെഷീനായിട്ട് എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ ഐ എം വെയിറ്റിംഗ് ഫോർ ദ പ്രൈസ് എത്രയാണ്. എനിക്കൊരു ഗസ്സിൽ 45 to 50 ആ ഒരു പ്രൈസിനകത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഇത് ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം കേപ്പബിളാണ്. ഇറ്റ്സ് നൈസ്. ഓഫ് റോഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പയറ്റി നോക്കി, പല രൂപത്തിൽ ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ ഓൺ റോഡിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അതായത് ഹൈവേയിൽ ഇത് ഓടിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട്, ഓഫ് റോഡിൽ നമ്മൾ ഫീൽ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ തുടങ്ങിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ആക്സലറേഷൻ്റെ കാര്യത്തിൽ ചെറിയൊരു ലാഗ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തു. ഇതിപ്പോൾ വലിയ വണ്ടി ആയതുകൊണ്ടാണല്ലോ. പക്ഷേ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. മാനുവൽ പാഡിൽ ഷിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പഞ്ചിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആക്സലറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും റെസ്പോൺസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനീഷ്യലി എനിക്ക് പറയാനുള്ളത്. ഇനി ബ്രേക്കിങ്, നമ്മൾ എത്ര ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, പെട്ടെന്ന് ഒരു ചെറിയൊരു ഇത് അതിനകത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ സ്റ്റിയറിംഗ് വീല് കുഴപ്പമൊന്നുമില്ല, റെസ്പോൺസീവാണ്. ഫീഡ്ബാക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സസ്പെൻഷൻ വളരെ നല്ലതാണ്. ഹൈവേയിൽ ഉണ്ടാകുന്ന ചെറിയ ബമ്പ് ഉണ്ടല്ലോ, അതൊന്നും മനസ്സിലാവുന്നേ ഇല്ല, അടിച്ചു കയറി മിന്നി പോകുന്നുണ്ട്. പിന്നെ അഡാസ്, അത് ഭയങ്കര സെൻസിങ് ആണ്. എന്ത് ചുറ്റിൽ നടന്നു കഴിഞ്ഞാലും ഇതിനകത്ത് അലാറം അടിച്ചുകൊണ്ടിരിക്കും. അത്യാവശ്യം ഭയങ്കരമായിട്ട് അഡാസ് ഇതിനെ സെൻസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ റൈഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന കമാൻഡിങ് പൊസിഷനിലാണ്, ആനപ്പുറത്ത് ഇരിക്കുന്ന പോലെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഫീൽ അതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹയർ പൊസിഷൻ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വളരെ നല്ല കാര്യമല്ലേ, നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ ഒരു ഉയർന്ന വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഫോർകാസ്റ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഹൈവേയിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മജസ്റ്റർ. ഇപ്പോൾ ഞാൻ ഓട്ടോയിലാണ് ഇട്ടേക്കണേ. അപ്പോൾ എല്ലാം ഓട്ടോ ആയിട്ട് സെൻസ് ചെയ്തോളൂ. പിന്നെ ഡ്രൈവ് മോഡുകളുണ്ട്, നമുക്കറിയുന്ന പോലെ തന്നെ നോർമൽ, സ്പോർട്ട്, എക്കോ, 3 ഡ്രൈവ് മോഡുകളുണ്ട്. സോ അത് നമുക്ക് ഓരോ പർപ്പസ് അനുസരിച്ചും ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കാം എന്നുള്ളതാണ്. പിന്നെ ബോഡി റോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വലിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു SUV ടച്ചുകളൊക്കെ ഇതിനകത്തുണ്ട്. ബട്ട് സ്റ്റിൽ അതൊരു മൈൽഡായിട്ട് ഒതുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. പിന്നെ വിസിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതും ഗംഭീരമാണ്. പിന്നെ അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും പ്രീമിയവും എല്ലാം കൂടി ചേരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ്, കേപ്പബിളാണ്, നല്ല കംഫർട്ടബിളാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു ആചാര ബഹുവായ
ആ ഒരു വാഹനം അതിൻ്റെ എല്ലാ രൗദ്രഭാവങ്ങളും ആവാഹിച്ച് ഓഫ് റോഡിലും റോഡിലും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഏറ്റവും പുതിയ മജസ്റ്ററിനെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. സോ അത് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി ഡ്രൈവ് ചെയ്യാനും അത് നല്ലൊരു എലമെൻ്റ് ആണ് അല്ലേ. ഇനി ഈ പ്രൈസിൻ്റെ കാര്യത്തിൽ എത്ര വരുമെന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്ത്, ഞാൻ പറയല്ലോ 45 to 50 ആ ഒരു റേഞ്ചിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസിൽ വരുമോ, അതിൽ കുറഞ്ഞു വരുമോ, അതിൽ കൂടി വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്തത് ഇതിൻ്റെ കേപ്പബിലിറ്റി, ഹൈവേ, റോഡ് പ്രസൻസ് തുടങ്ങിയ. റോഡ് പ്രസൻസ് ഗംഭീരമാണ്, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഏതാ ഇത്രയും വലിയൊരു എഞ്ചിൻ്റെ വണ്ടി എന്നുള്ളൊരു മൂഡ്. പിന്നെ എല്ലാവർക്കും അത് കാണുമ്പോൾ ഭയങ്കര ബോക്സി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ ഒരു റോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വണ്ടി ഇപ്പോൾ നിലവിൽ അങ്ങനെ അധികം ഒന്നും കാണൂല. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു വണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ കണ്ണ് മുഴുവനും അതിലേക്കായിരിക്കും. അവരെ നോക്കുന്ന ആൾക്കാർ എല്ലാവരും ആ കടയിലിരിക്കുന്നവരും അപ്പുറത്തിരിക്കുന്നവരൊക്കെ നോക്കും ഇതേതാ വണ്ടി എന്നുള്ള മൂടാണ്. കാരണം വലിയ വണ്ടിയാണല്ലോ. റോഡ് പ്രസൻസും ആ അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെയും ഇതിനകത്തുണ്ട്. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ഒരു പ്രസൻസും ആ ഒരു കോൺഫിഡൻസും ഒക്കെ ബിൽഡ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് ഏറ്റവും പുതിയ മജസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ തൊട്ട് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത സുഹൃത്തുക്കൾക്ക് അതൊന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വണ്ടിൻ്റെ A to Z കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി കം റോഡ് ടെസ്റ്റ് എന്നുള്ള രൂപത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.